ഓക്കെ, വെൽക്കം ബാക്ക്. നമസ്കാരം. നമ്മളുടെ ആ, പറഞ്ഞു പറ പ്രതീക്ഷ പറ, പറഞ്ഞു. നീ പറ. നീ ഒരു ഇത് ഞാൻ എടാ നീ ലീഡ് ചെയ്യും. ആരെങ്കിലും നീ ഒക്കെ പറ. പറയാതെ നീ പറയാന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അല്ല, ഇന്ന് നമ്മളുടെ ഒരു പുതിയൊരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞതാ. സാധാരണ അടിപ്പൂട്ടി ചർച്ചയ്ക്ക് ഉള്ള നമ്മുടെ സ്ഥിരം സ്ക്വാഡല്ല. ഇല്ല. ഇന്ന് നമ്മളുടെ രാജേഷ് ജിയും കൂടെ ഉണ്ട്. ഉം. ആരുടെയും കൂടെ കിട്ടുമോ നോക്കിയായിരുന്നു, പക്ഷെ അനൻ ഫോൺ എടുത്തില്ലെന്ന് തോന്നുന്നു അല്ലേ. ഫോൺ എടുത്തില്ല. യെസ്, രണ്ടുപേരെ നമ്മൾ വിളിച്ചു, പക്ഷെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞു. ആർക്കും പ്രശസ്തി വേണ്ടെന്ന് തോന്നുന്നു. പണവും പ്രശസ്തിയും താല്പര്യമില്ലാത്ത മനുഷ്യർ അല്ലെ. ആകെപ്പാടെ രാജേഷിന് മാത്രമേ ഈ ഫെയിമിനോടും പണത്തിനോടൊക്കെ ഒരു ആഗ്രഹമുള്ളൂ. എന്ത് ചെയ്യാന്? ബാക്കി എല്ലാവരൊക്കെ ദരിദ്രാവസ്ഥയിലായിട്ട് നടക്കട്ടെ രാജേഷ്. നമുക്കിതൊക്കെ ഡോളേഴ്സ് വെച്ചുള്ള കളികൾ നമുക്ക് മാത്രം മതിയല്ലോ. അതെ അതെ. ഞാൻ ഈ ഇടയ്ക്ക് പൊന്മാൻ സിനിമ OTT റിലീസായി. അപ്പൊ ഞാനത് ആ സിനിമ കണ്ടു. കാരണം എസ്പെഷ്യലി ആസ് എ കൊല്ലംകാരൻ, കൊല്ലം പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള ഒരു പടം എന്ന് പറയുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ പേഴ്സണൽ ആണ്, മനസ്സിലായി. അപ്പൊ ഞാൻ ആ ഒരു മൈൻഡോട് കൂടി തന്നെയാണ് അത്. കൊല്ലംകാർക്ക് സിനിമ മൊത്തത്തിൽ നാണക്കേടാക്കി എന്നാണ് ഒരു സംസാര വിഷയം. അല്ലല്ല, കിട്ടിയ പടമാണ് കൊല്ലംകാരൻ എന്നുള്ള രീതിയിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് സിനിമ. പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് നമ്മള് കണ്ടിട്ടുള്ള, നമ്മുടെ കൊല്ലത്ത് കാണുന്ന മനുഷ്യരുണ്ടല്ലോ, ഒരുപാട് അങ്ങനെയുള്ള മനുഷ്യരുടെ മുഖം നമുക്ക് ഇങ്ങനെ മാറി വന്നു പോകും. ഇതിലെ കഥാപാത്രങ്ങൾ കാണാൻ നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലേക്കുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഇൻട്രോ സമയത്തുള്ള കുറെ സീനുകളൊക്കെ ഉണ്ടല്ലോ, ഈ കൊല്ലത്തിന്റെ പല സ്ഥലങ്ങള്, മെയിൻ ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം അത് ഈ ഇപ്പൊ US ഇരുന്ന് അങ്ങനെ കൊല്ലം കാണുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമൊക്കെയാണ്. അപ്പം അത് ഞാൻ ആ കൊല്ലത്തിനെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന, അതിന്റെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. അതിന്റെ ക്യാരക്ടേഴ്സ്, കൊല്ലത്തിലെ ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു സിനിമയാണ് പൊന്മാൻ. എനിക്ക് ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് പൊന്മാൻ. നിങ്ങൾ കണ്ടായിരുന്നു പൊന്മാൻ? ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് എന്റർടൈനിങ് ആയിട്ട് തോന്നി. കാരണം തുടക്കം മുതൽ അവസാനം വരെ എൻഗേജിങ് ആണ് പടം. ഒട്ടും ബോറടിക്കില്ല. ഭയങ്കര, ഞാൻ ഒറ്റ ഇരുപ്പിന് കണ്ടതാണ്. വെരി എന്റർടൈനിങ്. അപ്പം ആ നിലയ്ക്ക് ഞാനത് എൻജോയ് ചെയ്തു. പക്ഷെ അതിന്റെ മറ്റൊരു വശം, അതാണല്ലോ നമ്മുടെ സാധനം. അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ വശം, അല്ലെങ്കിൽ അതെന്താണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര ക്രിട്ടിക്കാണ്. അത് വളരെ മോശം സന്ദേശമാണ് കൊടുക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിലെ ഒരു തീം വളരെ മോശമായിട്ട് ആണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാതെ ആ പടത്തിന്റെ ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ എനിക്ക് 10 on 10 ആയിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി ആ ഡയലോഗ് ഡെലിവറി, ബേസിലൊക്കെ ആ ഡയലോഗ് പറയുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവിടെ നമ്മുടെ കൊല്ലത്തിൽ സംസാരിക്കുന്ന ആ ഒരു ഫീല് വരും. അതിനകത്തൊരു ബാറിലൊക്കെ ഇരുന്ന് ബേസിലൊരു ഒരു സീനൊക്കെ ഉണ്ട്. അതിലവൻ ഇങ്ങനെ പറയുന്നുണ്ട്, 500 രൂപയ്ക്ക് ചെമ്മീൻ കിട്ടും, നെയ്മീൻ കിട്ടുവോടെ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, മനസ്സിലായി. അതൊക്കെ പക്ക കൊല്ലമാണ്. കിട്ടുവോടേ എന്ന് പറയുന്ന ആ സാധനം. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എങ്കിലും രാജേഷ് പറഞ്ഞ പോലെ അതില് ചില തീമുകൾ, ആ സിനിമയിലുള്ള അണ്ടർലൈങ് ചില നറേറ്റീവ്സ് വളരെ പ്രോബ്ലമാറ്റിക് പൊളിറ്റിക്സ് ആയിട്ട് തോന്നി. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനം നടത്തേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതില് എനിക്ക് മുഴച്ചു നിന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ബ്രൂണോ അജേഷ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ബന്ധമാണ്. ബ്രൂണോ അജേഷിന്റെ ക്യാരക്ടേഴ്സിന്റെ ബന്ധം ആ സിനിമയിൽ കാണിക്കുന്ന ബന്ധമല്ല. അവരൊരു തീസീസ് ആന്റി തീസീസ് ആണ്. ബ്രൂണോ അജേഷും ഓപ്പോസിറ്റ്സ് ആണ്. വാട്ട് ദേ റെപ്രസെന്റ് ആർ ഓപ്പോസിറ്റ്സ്. ബ്രൂണോ എന്ന് പറയുന്നത് അവർ കാണിക്കാൻ നോക്കുന്നത് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ്. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സ്റ്റീരിയോ ടൈപ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരു പയ്യനാന്നുള്ളതാണ്. അവന് കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഉള്ള അറിവുകളൊന്നുമില്ല. ചുമ്മാ ഒരു പാർട്ടിയുടെ പുറകെ നടക്കുകയാണ്. ആൻഡ് അവന് വേറെ പണിയൊന്നുമില്ല, മനസ്സിലായോ. വീട്ടുകാർക്കും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, പാർട്ടിക്കും ഗുണമില്ല. അങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പം. അത് ഒരു പക്ക സ്റ്റീരിയോ ടൈപ്പാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ കുട്ടികൾ കോളേജിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് പോരുത് എന്നൊക്കെ ഉള്ള കണ്ടീഷൻ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സ് ആണ്. അവരുടെ മനസ്സിലുള്ള രാഷ്ട്രീയക്കാരൻ, അല്ലെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളെന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്ന ഒരു പണിയില്ലാതെ നടക്കുന്ന ഒരുത്തനാണ്, മനസ്സിലായോ. അപ്പം അതാണ് ബ്രൂണോയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ബ്രൂണോയെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്.
അറ്റ് ദ സെയിം ടൈം അജേഷ് എന്ന് പറയുന്നത് ഒരു ഹസ്ലറാണ്. മനസ്സിലായി? അജേഷ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ പുറകെ നടക്കുന്ന അങ്ങനെയുള്ള ഒരാളൊന്നുമില്ല. പണിയെടുത്ത് കുടുംബം പോറ്റുക, പണിക്ക് വേണ്ടി ഏതറ്റം വരെ പോവുക എന്ന് പറയുന്ന, മുതലാളിക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉത്തമ പണിക്കാരനാണ് അജേഷ്. അതായത് ഒരു മുതലാളി, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് ആരെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ 10 അജേഷിനെ വേണമെന്നായിരിക്കും പറയാം. കാര്യം അവൻ മരിച്ചു കിടന്ന് പണിയെടുക്കും. അവന് കിട്ടുന്ന കൂലിയേക്കാളും കൂടുതൽ അവൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ്. അവൻ തിരിച്ച് കംപ്ലൈന്റ് ഒന്നും പറയത്തില്ല. അവനാണെങ്കിൽ രാഷ്ട്രീയത്തിലോട്ട് താല്പര്യമില്ല. അതാവുമ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ഉടായ്പകളെ കാണിച്ചപ്പോ മിനിമം വേജ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കത്തുമില്ല. മനസ്സിലായോ? അതാണ് അജേഷ് എന്ന് പറയുന്നത്. ഈ അജേഷിന്റെ കഥാപാത്രത്തെ ഗ്ലോറിഫൈ ചെയ്യുകയും ബ്രൂണോയുടെ കഥാപാത്രത്തെ താഴ്ത്തിയിടുകയും ആ അജേഷിന്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ വരുന്നത് ബ്രൂണോയുടെ നെഞ്ചത്ത് ഒട്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ആ സിനിമയിൽ അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഒരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു തീമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞ രീതിയിൽ. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? എനിക്ക് അങ്ങനെ തോന്നി. അതായത് 2 കാര്യങ്ങൾ, എനിക്ക് ഒരു തീമല്ല 2 തീമാണ് എനിക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയത്. ഒന്ന് സ്റ്റീരിയോ ടൈപ്പിംഗ്, അതായത് രാഷ്ട്രീയത്തിന്റെ പുറകെ നടക്കുന്നവരൊക്കെ ഇങ്ങനെയാണ് എന്നൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരു സ്ഥലത്ത് കാണുന്നുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നിയ വേറൊരു പ്രശ്നം തോന്നുന്നത് ബേസിക്കലി നിങ്ങൾക്ക് സക്സസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ് എന്നൊരു തീമും കൂടെ അത് പറയുന്നുണ്ട്. ലൈക്ക് ബ്രൂണോയുടെ കുറ്റമായിട്ട് സിസ്റ്റർ പറയുന്നുണ്ട്, കുടുംബം നോക്കിയില്ല ഇയാൾ കാരണമാണ് ഇവിടുത്തെ ഇതൊക്കെ ആയത്. അതേസമയം അജേഷിനെ കാണിക്കുന്ന അജേഷ് ഒന്നുമില്ലാത്ത ആ ഒരു അതിൽ പോലും ഞാൻ അജേഷ് ഞാൻ ഫൈറ്റ് ചെയ്തിങ്ങനെ ഉണ്ടാക്കിയതാണ് എൻ്റെ ക്രെഡിബിലിറ്റി. അപ്പോൾ ബേസിക്കലി പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാത്തതിനുള്ള കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക്, ദി പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ്, ഇതൊക്കെയാണ്. പക്ഷേ ഇത് റിയൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ലൈക്ക് യുനോ അണ്ടർ പ്രിവിലേജ് ആയിട്ട് നിൽക്കുക, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് മെയിൻ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് റാദർ ദാൻ ആറ്റിറ്റ്യൂഡ് എന്നത് ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ആക്ച്വലി ഒരു പ്രോബ്ലമാറ്റിക് തീമല്ല, എനിക്ക് 2 പ്രോബ്ലമാറ്റിക് തീമാണ് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഞാൻ നോട്ട് ചെയ്ത സാധനമാണ് ആക്ച്വലി. അതായത് അതാ ഞാൻ പറഞ്ഞ ഹസ്ലർ, അജേഷ് ഒരു ഹസ്ലറാണ്. അജേഷ് എല്ലാ സിറ്റുവേഷനിലും ഹസ്ൽ ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ് ഈ അജേഷ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സാധനം, അതായത് നിങ്ങൾ പട്ടിയെ പോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഈ ഏത് സ്ഥലത്ത് വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റും, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് പറയുന്ന ഒരു ധാരണ, അത് ബേസിക്കലി മുതലാളിമാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ്. അപ്പൊ അതായത് ബേസിക്കലി നിങ്ങൾ ഈ പട്ടിയെ പോലെ പണിയെടുക്കുന്ന സമയത്ത് എന്താണ്, അതിനനുസരിച്ചാണ് അവരുടെ പോക്കറ്റിൽ ലാഭം വീഴുന്നത്. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ടായി വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കംപ്ലൈന്റ് ചെയ്യാതെ നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന രീതി. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ യഥാർത്ഥ സമൂഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടില്ല. പക്ഷെ അതല്ലാതെ കുറെ ബാരിയേഴ്സും കൂടെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വാടി കടപ്പുറം പോലുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരു സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യരാണ്. മനസ്സിലായോ? ഇപ്പൊ ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ ഇവരുടെ ഇടയിൽ നിന്ന് കല്യാണം കഴിക്കരുത് എന്ന് പറയുന്ന ഒരു എൻഡോഗമസ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റ് വിഭാഗങ്ങളുടെ അടുത്തുനിന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. മനസ്സിലായോ? ഇവരൊക്കെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ആ ഒരു കാസ്റ്റ് സിസ്റ്റം ഇവിടെ ഇന്നും പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പം ഈ കാസ്റ്റ് സംബന്ധമായിട്ടുള്ള ബാരിയേഴ്സ് നമ്മുടെ മുന്നിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അതേപോലെ എക്കണോമിക് ബാരിയേഴ്സ്, ഈ പറയുന്ന വിഭാഗം ആൾക്കാർ എന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളി ആ ഒരു ഈ മോഡ് ഓഫ് ലേബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമേ കാണുകയുള്ളൂ, അത്രയ്ക്കുള്ള സോഷ്യൽ കണക്ഷൻസേ കാണുകയുള്ളൂ. അതിനകത്ത് കാസ്റ്റിന് ഒരു റോൾ ഉണ്ട്. ഇപ്പം ഈ അവരൊരു നായർ കമ്മ്യൂണിറ്റി അല്ല, അവർക്ക് ഈ സോക്കോൾഡ് ഈ സോഷ്യൽ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പം അവരുടെ സോഷ്യൽ ക്യാപിറ്റൽ കുറവായിരിക്കും, എക്കണോമിക് ക്യാപിറ്റൽ, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള
ശേഷി, എഡ്യൂക്കേഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ കാര്യത്തിൽ അവരുടെ ഇത് കുറവായിരിക്കും, അവരുടെ ആക്സസ് ടു എഡ്യൂക്കേഷൻ മോശമായിരിക്കും. അങ്ങനെ പല കാര്യങ്ങൾ ഈ സമൂഹത്തിലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ അവർക്ക് എവിടെയൊക്കെ എത്തിപ്പെടാമെന്ന് പറയുന്ന കാര്യത്തിൽ ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഇതിനെ പൂർണ്ണമായും ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ആ സിനിമയിൽ ഉള്ള കഥാപാത്രങ്ങളുടെ ജീവിതം കാണിക്കുന്നതെന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. യാഥാർത്ഥ്യത്തിൽ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ഇവരുടെ ജീവിതങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കടന്നു വേണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്ക് എവിടെയൊക്കെ എത്തിപ്പെടാനായിട്ട്. അപ്പൊ അത് എന്താണ് ഈ ഫിലോസഫിയിൽ അക്കൗണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പണിയെടുത്താൽ മാത്രം മതി, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് വിചാരിക്കുന്ന ലോകത്തെ പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അജേഷിനെ പോലെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ബാരിയേഴ്സ് എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. എത്ര പണിയെടുത്താലും ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഒരു ക്രൂരത വരുന്നത്. അങ്ങനെ ഈ പറയുന്ന ബാരിയേഴ്സ് കാരണം എവിടെ എത്തിപ്പെടാൻ പറ്റാത്തവരുടെ അടുത്ത് നമ്മളിൽ നിന്ന് പറയേണ്ടത് നീ പണിയെടുക്കാത്ത നിന്റെ കുറ്റമാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. അവനെ വീണ്ടും ഗ്യാസ് ലൈറ്റ് ചെയ്യാണ്, മനസ്സിലായോ സമൂഹം. അതായത് ഇത് ഈ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റങ്ങളുടെ പ്രശ്നമല്ല, നിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത് അവനെ വീണ്ടും ഗ്യാസ് ലൈറ്റ് ചെയ്ത ഒരു പ്രക്രിയയുണ്ട്. അത് അതിന് ഭീകരമാണ്. ഓക്കെ, എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് എത്രത്തോളം ഇത് കൺവേ ആകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ആ സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ കൺവിൻസിങ് ആയിട്ടാണ് അത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പം മാനി ഈ ബാരിയേഴ്സിനെ കുറിച്ചും സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സിനിമയിൽ അങ്ങനെയല്ല അത് പോർട്രേ ചെയ്യുന്നത്. സിനിമയിൽ പോർട്രേ ചെയ്യുന്നത് മടിയനായ, വീണ്ടും വിചാരമില്ലാത്ത, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വ്യക്തി, അയാളുടെ വ്യക്തിപരമായ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോ ഇത് ഇപ്പൊ ഒരാൾ അങ്ങനെ ഒരു ഉഴപ്പനായതുകൊണ്ടും ഗുണ്ടായിസം കാണിച്ച് നടന്നിട്ട് പിന്നെ അതും സമൂഹത്തിന്റെ മേൽ പഴിചാരാമോ എന്നായിരിക്കും ഒരു പക്ഷേ ഇത് കാണുന്നവർ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ പൊളിറ്റിക്സ് കുറച്ചുകൂടി ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചാൽ അതിന്റെ ഗുട്ടൻസ് മനസ്സിലാകത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കുറച്ച് ബാക്കിലേക്ക് പോകണം. അതെന്താന്ന് വെച്ചാൽ സന്ദേശം എന്ന് പറയുന്ന സിനിമ നമുക്ക് തന്നിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ട്. സന്ദേശം എന്ന സിനിമ ഒരു സോഷ്യൽ സറ്റയർ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ തമാശകളും ഡയലോഗ്സും ഇന്നും എല്ലാ പൊളിറ്റിക്കൽ ചർച്ചയിലും മിനിമം ആരെങ്കിലും ഒക്കെ അതിനകത്ത് ഡയലോഗ് പറയുന്ന അതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിനിമയാണ് സന്ദേശം. മാത്രമല്ല, സന്ദേശത്തിനെ ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്നുള്ള നിലയിൽ തന്നെയാണ് പൊതുവിൽ എല്ലാവരും കാണുന്നത്. എങ്കിലും സന്ദേശം നൽകുന്ന സന്ദേശം വളരെ മോശം സന്ദേശമാണെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താന്ന് വെച്ചാൽ ആ സിനിമയുടെ അവസാനം എന്താണ് ഇവർ പറയാൻ ശ്രമിക്കുന്നതെന്ന് തിലകൻ വളരെ വ്യക്തമായി സിനിമയുടെ അവസാനം ഒരു ഗേറ്റ് അടച്ചുകൊണ്ടുള്ള ഒരു സീനിൽ പറയുന്നുണ്ട്. തിലകൻ പറയുന്നത് ഇതാണ്: ആദ്യം നീ സ്വയം നന്നാവ്, എന്നിട്ട് നീ നിന്റെ കുടുംബത്തെ നന്നാക്ക്, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങാൻ എന്നുള്ളൊരു സന്ദേശം കൊടുക്കും. അപ്പം അതിനകത്ത് തിലകന്റെ 2 മക്കളും ഒട്ടും ബോധമില്ലാതെ, കുടുംബം നോക്കാതെ ചുമ്മാ ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് ആളാവാൻ വേണ്ടി നടക്കുന്നു എന്നുള്ള ഒരു തീമാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയല്ല വേണ്ടത് എന്നുള്ള ഒരു പോയിന്റ് ആണ് കൊടുക്കുന്നത്. പക്ഷെ തിലകൻ പറഞ്ഞ ആ സാധനത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഈ സ്വയം ആദ്യം നന്നാവ് എന്നുള്ള ആ പ്രക്രിയ അത് എല്ലാവർക്കും അയാൾ സ്വയം നന്നായാൽ മാത്രം ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ഒരു ലോകത്തിലല്ല നമ്മൾ നിൽക്കുന്നുള്ളതാണ്. അതാണ് അതിനകത്തെ പ്രധാന പ്രശ്നം. എന്താന്ന് വെച്ചാല് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരാള് സ്വയം നന്നാവാൻ വേണ്ടിയിട്ട് കോളേജിൽ പോകുന്നു, ഭയങ്കര നന്നായി പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്നു. അതിനുശേഷം അയാള് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു ദളിതാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് റെസ്യൂമേ സ്റ്റഡീസ് ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെയിം റെസ്യൂമേ തന്നെ ഇങ്ങനെ ദളിത് പേരുകളും സ്ത്രീകളുടെ പേരുകളൊക്കെ വെച്ച് അയക്കുമ്പോൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ്. അപ്പൊ സ്വയം നന്നായി ഒരു വ്യക്തി ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആ വ്യക്തിക്കുണ്ട്. അപ്പൊ ആ ഘട്ടത്തിൽ ആ ഡിസഡ്വാൻറ്റേജ് ഇല്ലാതെ ആക്കണമെങ്കിൽ എന്താണ് ആ വ്യക്തി ചെയ്യേണ്ടത്? സ്വയം നന്നായി, ഓൾറെഡി സ്വയം നന്നായ വ്യക്തിയാണ്, പക്ഷെ ആ വ്യക്തിക്ക് ആ ഡിസഡ്വാൻറ്റേജ് ഇല്ലാതെ ആവണമെങ്കിൽ നാടും കൂടി നന്നാവണം. അപ്പൊ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. അത് പ്രിവിലേജ് ക്ലാസ് അല്ലാത്ത, എക്കണോമിക്കലിയും സോഷ്യലിയും ഒക്കെ ഒരു പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവർ സ്വയം നന്നാവുന്നത് കൊണ്ട് മാത്രം അവർക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. അങ്ങനെ പറ്റേണ്ട ഒരു ഉട്ടോപ്യൻ ലോകമല്ല നമ്മുടെ. അവർക്ക് നാടും കൂടി നന്നാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. എന്നാലേ അവർക്ക് സ്വയം നന്നാവാൻ പറ്റുള്ളൂ. ആ ഓപ്ഷൻ ഉള്ള അവർക്ക്. അപ്പൊ ഇത് കാണാതെയാണ് പറയുന്നത്. ഒരുപക്ഷെ വളരെ പ്രിവിലേജ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ നന്നായിട്ട് പഠിച്ച് കുടുംബ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ
അയാൾക്ക് സക്സസ്ഫുൾ ആയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഈ പ്രിവിലേജ് ഇല്ല എന്നുള്ള ഒരു സത്യമാണ് അവിടെ മറന്നു പോകുന്നത്. അതാണ് ഈ ഇൻഡിവിജ്വലിസം, ഓവർ ആയിട്ടുള്ള ഇൻഡിവിജ്വലിസം വർക്ക് ആവാതെ പോകുന്നതിന്റെ ഒരു പ്രശ്നം ഇതാണ്. ഇപ്പം ജോർഡൻ പീറ്റേഴ്സണും സിസേക്കും തമ്മിലുള്ള ഒരു ഡിബേറ്റിൽ ഈ പോയിന്റ് സിസേക്ക് പറയുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ പോയി കണ്ടു കഴിഞ്ഞാൽ ജോർഡൻ പീറ്റേഴ്സന്റെ ഒരു ഐഡിയ ഉണ്ട്. നീ ആദ്യം രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് വീടൊക്കെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്താൽ തന്നെ ഒരു 90% കാര്യങ്ങൾ റെഡിയായി. അതായത് സ്വയമേ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആകുക, അങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു എന്നുള്ള ഒരു തെറ്റായ സന്ദേശം. അതേ തെറ്റായ സന്ദേശമാണ് സന്ദേശം കൊടുക്കുന്നത്. ഇനി ഈ പൊന്മാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു വേർഷനാണ് ആക്ച്വലി കാണിക്കുന്നത്. പൊന്മാൻ എന്നുള്ള സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീധനത്തെ സംബന്ധിച്ചുള്ള ഒരു തീം അതിനകത്തുണ്ട്. അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഒരുപാട് സ്ത്രീധനത്തിനെ ഓപ്പൺലി സ്ത്രീധനം മോശമാണെന്നും പറയുന്ന ഡയലോഗ്സ് വളരെ ചുരുക്കം അവിടെ ഇവിടെ മാത്രം അജേഷ് എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതല്ലാതെ ആരും തന്നെ അതിനകത്ത് സ്ത്രീധനം വളരെ മോശമാട്ടോ എന്ന് പറഞ്ഞിട്ടല്ല അത് കൺവേ ചെയ്യുന്നത്. ആ സിനിമയുടെ മൊത്തം തീം തന്നെ ഇത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഇത് ആൾക്കാര് അവരുടെ ഒരു ലാഭത്തിന് വേണ്ടി എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് കൺവേ ആവുന്നുണ്ട്. പക്ഷെ ഇതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തീം, ഇത് ഈ ബ്രൂണോ വേഴ്സസ് അജേഷ് എന്നുള്ള തീം, അവിടെയാണ് പ്രശ്നം. ഇപ്പോ മാനി പറഞ്ഞതുപോലെ അത് നമ്മളൊരു കേവലം ഒരാൾ അലസനും ഒരാൾ ഒരു ഹസ്ലറിനെ പോലെ ആകൂ എന്നാണ് കൺവേ ചെയ്യുന്നത് അവിടെ ശരിക്കും പറഞ്ഞു. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹസ്ലറിനെ പോലെ ആകൂ എന്ന് പറയുമ്പോൾ ഈ അജേഷിന്റെ ക്യാരക്ടർ അങ്ങനെയാണോ ഒരു മനുഷ്യൻ ആവേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ മരിച്ചു കിടന്ന ജോലി ചെയ്ത് മുതലാളിക്ക് കാശുണ്ടാക്കി കൊടുക്കേണ്ട ഒരു ജീവിതമാണോ ഐഡിയൽ ജീവിതം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനകത്തൊരു സീൻ ഉണ്ട്. അതിനകത്തൊരു സീൻ, അത് പണ്ടൊരു കഥയുണ്ട്. ഈ ഒരു ഫ്യൂഡൽ മാടമ്പി പുള്ളിയുടെ ഒരു അടിമയായിട്ടുള്ള ജാതിപരമായ ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലെ ഒരാളെ അടിക്കുകയാണ്. എന്തോ ജോലി കൃത്യമായിട്ട് ചെയ്യാഞ്ഞിട്ടോ എന്തോ തേങ്ങ മോഷ്ടിച്ചതിനോ അങ്ങനെയൊക്കെ അടിക്കുകയാണ്. ഇത് കണ്ടു നിന്നിരുന്ന ഒരാള്, അയാള് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ എല്ലാം കരുതിക്കുള്ളൂ, ഇത് കണ്ടു നിന്ന ഒരാള് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ സിസ്റ്റത്തിനെതിരെ ശബ്ദം ഉയർത്തുകയാണ്, നിങ്ങൾ എന്തിനാണ് അയാളെ തല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ തല്ല് കൊള്ളുന്ന ആള് പറയുന്ന ഡയലോഗ് ഉണ്ട്. അതെന്ന് വെച്ചാൽ എന്റെ തമ്പ്ര എന്നെ തല്ലുന്നതിന് നിങ്ങൾക്ക് എന്താണ് ചെയ്തം എന്നുള്ളൊരു ഡയലോഗ് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഫേമസ് കഥയുണ്ട്. ആ സെയിം സീൻ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെന്നുള്ളതാണ് ഒരു ഭയങ്കരമായിട്ട് ഒരു വൃത്തികേട് ആ സിനിമയുടെ. ആ സെയിം സീൻ തന്നെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അജേഷിനെ വന്ന് മുതലാളി തല്ലുമ്പം എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാൻ വരുന്ന മുതലാളിയുടെ മകൻ. അപ്പൊ ഇടപെടണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അടി കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവൻ. എന്നിട്ട് മുതലാളി ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പേടിക്കണ്ട, എനിക്ക് 2 ദിവസം കൂടി തരൂ സമയം എന്നൊക്കെ പറഞ്ഞ് മുതലാളിയോട് കരഞ്ഞുകയാണ്, അപേക്ഷിക്കുന്നു. അവസാനം മുതലാളി നിനക്ക് വേദനിച്ചോടാ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പൈസ ഒക്കെ കൊടുത്ത് വളരെ ബെനവലന്റ് ആയിട്ടുള്ള മുതലാളിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. വാട്ട് കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ് ഇസ് ദാറ്റ്? ഇതൊരു അതൊരു അടിമ. അതില് അടി കൊണ്ടതിന് ശേഷം ഇവൻ പറയുന്നുണ്ട്, മറ്റേ അജേഷ് പറയുന്നുണ്ട്, അടി കിട്ടിയെങ്കിൽ എന്താ 2 ദിവസം കിട്ടിയെന്ന്. 2 ദിവസം കിട്ടിയില്ലേ, അടി കിട്ടിയെങ്കിൽ എന്താ. ശരിക്കും ഇതൊരു അടിമ ഉടമ ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ ആ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ അജേഷ് അപ്പോഴും ഹസ്ലറും മുതലാളിയോട് വളരെ അടി കൊണ്ടിട്ടാണെങ്കിലും മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അത് അല്പം ഗ്ലോറിഫൈഡ് ആണ്. അവിടെ ഗ്ലോറിഫൈഡ് ആണ്. അടി കൊണ്ടിട്ട് മാത്രമല്ല, കുത്തുവരെ കൊണ്ടിട്ട് ഈ മുതലാളിയുടെ നഷ്ടം നികത്താൻ വേണ്ടി കുത്തു കൊള്ളുന്ന ആളാണ് അജേഷ്. അതിനെയാണ് അവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. നാരായണമൂർത്തിയൊക്കെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കുക അജേഷിന്റെ ഫോട്ടോ. അജേഷിന്റെ ഈ മാസ് കാണിക്കൽ ആക്ച്വലി അജേഷിന്റെ പൈസക്ക് വേണ്ടിയിട്ടല്ല, മുതലാളികളുടെ ആത്മാർത്ഥതയുടെ പേരിലാണ്. ഇത് ഡയറക്ടർ അറിഞ്ഞോണ്ടാവണമെന്നൊന്നും ഇല്ല, പക്ഷെ അത് സിനിമയിൽ ഇങ്ങനെ വന്നു. കാരണം ഈ ഒരു പൊതുബോധം നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെയാവണം ഒരു ഐഡിയൽ വ്യക്തി എന്നുള്ള ഒരു പൊതുബോധം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് ഈ അടിമ ഉടമ ബന്ധം, അത് അതിന്റെ മോഡേൺ വേർഷൻ ആയിട്ടുള്ള ഈ മുതലാളി തൊഴിലാളി ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് കറക്റ്റ് ആണ്, അതാണ് വേണ്ടത് എന്നുള്ളൊരു സംഗതിയാണ്, ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. വിച്ച് ഇസ് റോങ്. അല്ല, ഈ നമ്മുടെ ഇൻഫോസിസിലെ നാരായണമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഇവര് എന്തിനാണ് വീക്കെൻഡ് വീട്ടിൽ പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞപ്പോ എല്ലാവർക്കും അതിനകത്ത് പ്രശ്നം മനസ്സിലായി. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ നാരായണമൂർത്തി സ്വപ്നം കണ്ട ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആളാണ് ഈ അജേഷ് എന്ന് പറയുന്നത്. നാരായണമൂർത്തി എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ഒരാളായി മാറുക എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് അത് ആ പണി ഇതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് സാധനമാണ്, മനസ്സിലായി. നിങ്ങളെ കൊണ്ട് ഊറ്റിയെടുക്കുകയാണ്. നിങ്ങൾക്ക് തരുന്ന വേതനത്തിനുള്ള പണിയല്ല നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത്.
നിങ്ങളെ കൊണ്ട് ഊറ്റിയെടുക്കുകയാണ്, മനസ്സിലായോ? അപ്പം അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. നാരായണമൂർത്തി ഈ സാധനമൊക്കെ പറയുമ്പോൾ ഒന്നാമത് ഇവിടെ ഭയങ്കര സ്ട്രെസ്ഫുൾ എൻവയൺമെന്റ് ആണ്, മര്യാദക്കുള്ള ഇതും കിട്ടത്തില്ല, ഓവർ വർക്കുമാണ്. എന്നിട്ട് അതിന്റെ കൂടെ ഇവന്റെ ഈ കൊടയും കൂടി വീക്കെൻഡിൽ പോയിരിക്കുന്ന ഭാര്യയോട് കൊഞ്ചാനാണോ? അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അതും ഇവൻ പ്രശ്നമാക്കുവാണല്ലോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ദേഷ്യം വരുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് പറയുന്നത് അജേഷ് അതേപോലെ ഒരാളാണ്. അജേഷിനെ കാണിക്കുന്നത്, ഗ്ലോറിഫൈ ചെയ്യുന്നത് ആ ഒരു കഥാപാത്രത്തിനാണ്. ബേസിക്കലി ഈ സിനിമയിൽ വരുന്നത് അങ്ങനെ ഒരു നറേറ്റീവാണ്, മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് മേ ബി ഞാൻ പറഞ്ഞതിൽ ഒരു ശരിയാണ്, ഞാൻ പറഞ്ഞപ്പോഴേ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതില് ഈ സിനിമകളെ നമ്മൾ കാണേണ്ടത്, സിനിമകൾ, നോവൽ, ഇതൊരു നോവലായിരുന്നു, അപ്പൊ നോവലുകൾ അതിനെയൊക്കെ നമ്മൾ കാണേണ്ടത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻസ് ആയിട്ടാണ്. സമൂഹത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യർ, നമ്മൾ കുറച്ച് മനുഷ്യരെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നു. ആ മനുഷ്യർ പിന്നെ നമ്മളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യണം, ആ എഴുത്തുകാരിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ ആണ് ഈ നമ്മുടെ എഴുത്തിലൂടെ പലപ്പോഴും വരുന്നത്. അപ്പം അതില് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ദാറ്റ് പേഴ്സൺ ഇസ് ആൻഡ് വാട്ട് ദാറ്റ് പേഴ്സൺ ഇസ് ഗോയിങ് ത്രൂ ആണ് ഈ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ ബ്രൂണോയെ പോലുള്ള ഒരുപാട് മനുഷ്യരെ നമുക്ക് എല്ലാവർക്കും അറിയാൻ നമുക്ക് തോന്നും. പക്ഷെ ഇവരിൽ ചിലരുടെയൊക്കെ എങ്കിലും ജീവിതത്തില് അവർ നേരിടുന്ന പ്രശ്നം ഇവന്മാര് മടിയന്മാരായതുകൊണ്ടായിരിക്കണമെന്നില്ല. ഇവരുടെ മുന്നിലുള്ള ഈ സോഷ്യൽ ബാരിയേഴ്സ് ഉണ്ടല്ലോ, സാമൂഹിക സാമ്പത്തിക ബാരിയേഴ്സ്, ആ ബാരിയേഴ്സ് കാരണമായിരിക്കും അവർ പിന്നോട്ട് നിൽക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ ബാരിയേഴ്സ് ഒന്നും ചിലപ്പോൾ കാണത്തില്ല. നമ്മൾ കാണുന്ന ഒരു മടിയനായിട്ടൊരു വ്യക്തിയെ മാത്രമായിരിക്കും. അതാണ് നമ്മളിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ, മനസ്സിലായോ? ഇതൊരു പൊതുവായിട്ടുള്ള ഒരു പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്ക് സമൂഹത്തെ പറ്റിയുള്ള ഒരു ധാരണയാണ്. ഇത്തരം മനുഷ്യരെ കാണുമ്പോൾ അവരിതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരുത്തന് മടിയാണ്, അവൻ മടിയനായതുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നത്, അല്ലാതെ അവന്റെ മുന്നിൽ ഈ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ലുക്കിൽ ചിലപ്പോൾ കാണണമെന്നില്ല. നമ്മൾ അയാളെ പരിചയപ്പെടുന്ന, അയാളോട് സംസാരിക്കുമ്പോഴും നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവൻ മടിയാണെന്ന് പറയുന്ന രീതിയിലായിരിക്കും. പക്ഷെ ഇങ്ങനൊരു സാധനം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതേപോലെ അജേഷിനെ പോലുള്ള ഒരുത്തിനെ കാണുമ്പോൾ അവനും ഈ ബാരിയേഴ്സ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ അവൻ പട്ടിയെ പോലെ പണിയെടുത്ത് എങ്ങനെയും അവന്റെ സ്വന്തം ജീവിതം വരെ പണയം വെച്ചിട്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, മനസ്സിലായി? അപ്പൊ അതില് കണ്ടോ അവൻ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും കൂടെ ചെയ്യണം. ആക്ച്വലി അത് ശരിയായിട്ടുള്ളൊരു ധാർമ്മികപരമായി ശരിയായിട്ടുള്ള നടപടിയല്ല. എല്ലാ മനുഷ്യർക്കും ഒരു ബേസിക് ഹ്യൂമൻ ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലാതെ ഈ പട്ടിയെ പോലെ പണിയെടുക്കാന്നുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, മനസ്സിലായോ? അത് എന്ത് റിസ്ക് എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊരു എംപ്ലോയറിന് വേണ്ടി എംപ്ലോയി ചെയ്യേണ്ട ബാധ്യതയുണ്ട് എന്നുള്ള പോർട്രയൽ ശരിയല്ല. ഇത് നാരായണമൂർത്തി സ്വപ്നം കാണുന്ന ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആളാണ് ഈ അജേഷ് എന്ന് പറയുന്നത്. പുള്ളി സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ അജേഷ് പോലുള്ള അജേഷ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ജോലിക്കാരെയാണ് ഇൻഫോസിസിൽ സങ്കല്പിക്കുന്നത്, മനസ്സിലായോ? ഇതില് ഈ അജേഷിനെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ടുണ്ടോ? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണില് ഇപ്പൊ നമ്മൾ ആ സിനിമ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിമിഷ സജയൻ എന്നല്ലേ പേര്? അതിനകത്ത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിന്റെ നിമിഷ സജയൻ അത് എൻജോയ് ചെയ്യുന്നതായിട്ടൊന്ന് വിചാരിച്ചു നോക്കി. അതായത് അവിടെ കഴുകുന്നു, ഞാൻ കഴുകണം എന്ന് പറഞ്ഞ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന നിങ്ങൾ നോക്കാം. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാത്രം കഴുകിയാണ് ഇവിടം വരെ വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ആ ഒരു ഗ്ലോറിഫിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം വൃത്തികേടാണോ. അതേ തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ഒരു എക്സ്പ്ലോയിറ്റീവ് സിസ്റ്റത്തിൽ ഇയാൾ വന്നു, ഇയാൾ അതിനകത്ത് അകപ്പെട്ടു. പക്ഷെ ആ എക്സ്പ്ലോയിറ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യത്തിന് ഈ സിനിമ തരുന്ന ഉത്തരം അതിനെ നമ്മൾ എൻജോയ് ചെയ്യണം, ആ കൂടുതൽ എക്സ്പ്ലോയിറ്റേഷന് നിന്ന് കൊടുക്കണം. അതാണ് ഈ സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്നത്. നല്ലൊരു എക്സാമ്പിൾ ആണ്. പക്ഷെ ആൾക്കാർ പറയും ഈ ഇത് ഫോൾസ് ഈക്വലൻസ് ആണ്, ഒരെണ്ണത്തിന് ശമ്പളം ഉണ്ട്, ഒരെണ്ണം ശമ്പളം ഇല്ലെന്ന് പറയും. ശമ്പളം ശരി ശരി. എന്നാ ഭാര്യമാർക്ക് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്യൂച്ചറിലെ പരിപാടി ഓക്കെ ആയിരിക്കുമോ? അത് അവിടെ ചോദിച്ചാൽ അവിടെ ഒരു ലോക്കാവും. അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. ഒരു 5000 രൂപ കൊടുക്കാം, ഇങ്ങനെ അടിമേപ്പത് നിന്നോളെ. എന്ത് പരിപാടികളത്? ഒരു ബേസിക് ഈ വർക്കർ റൈറ്റ്സ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലേ? അങ്ങനെ ഈ വർക്കേഴ്സിന് ഈ അവകാശങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ട്. ഒരാളെ എന്തൊരു പൈസ കൊടുത്തിട്ട് അവിടെ അടിമയായിട്ട് നിർത്തിക്കൊണ്ട്. ഇത് പറഞ്ഞപ്പോഴാ ഇവൻ ഈ സിനിമയല്ല, ഇവൻ ആ കുത്തുവരെ കൊണ്ട് ഈ ഇത്ര അടി കൊണ്ടിട്ടും ഇവന് ആക്ച്വലി ഇപ്പോഴും ആ 3 സെന്റ് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന വീട്ടിൽ തന്നെ ഇവന് തിരിച്ചു പോകുന്നത്. അതാണ് വീണ്ടും അടുത്ത ഹസ്ലിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. അതെ.
ജീവൻ വരെ കൊടുത്തിട്ടാണ് അജേഷ് പൈസ കൊണ്ടുവരുന്നത്. അതാണ് അജേഷ്, അജാടാ അജേഷ്.